ഇന്നിപ്പേ ഞങ്ങളെ നാട്ടിലെ കൈനിപ്പറമ്പത്തല്ലടാ കാക്ക, കൈനിപ്പറമ്പത്ത് നബിദിന ഘോഷയാത്രക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാനും മഞ്ഞും കൂടി കൂടിയിട്ടാണ് എടുത്തു കൊടുക്കുന്നത്. അതിനെ ആനയിക്കാൻ വേണ്ടിയിട്ട് വാഹന റാലി ആയിട്ട് ഇത്രയും ആൾക്കാർ 5 പൈസയുടെ പണി എടുക്കൂല. ഞങ്ങളൊരു നാട്ടിലെ ടീമുണ്ട്, ഫുൾ അഭിപ്രായ ടീമാണ്, പേര് പറയുന്നില്ല. അതേമാതിരിയാണ് മഞ്ചും ടീമൊക്കെ. ബൂസ്റ്റ് പോക്കിയിട്ട് വാങ്ങി കുഞ്ഞാ ഇവനെ കല്യാണം മിഞ്ഞാന്ന് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ പെരിക്ക് പോകില്ല, എന്താണെന്നറിയില്ല. ഞാൻ അപ്പോൾ ഇതിൽ പറയുന്നില്ല പരസ്യമായിട്ട്. ഇവനെ കൂട്ടി നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഒരു താത്ത ചോദിച്ചാണ് ഏതാടാ കുട്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 10 കൊല്ലം മുമ്പ് കുട്ടിയായിരുന്നു, ഇപ്പോൾ ഒക്കെ താത്ത വയസ്സ് കുറയിക്കണു പറഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞാ ഇവന് പെണ്ണ് നോക്കണിട്ടില്ലേ, പെണ്ണ് നോക്കണ്ട എനിക്ക് 27-28 വയസ്സായിക്കണു. ഞങ്ങളെ നാട്ടിലെ തിരുപ്പമൂലയാണിത്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ ഷെഡിൽ 2 മണിക്കൂർ വന്നിരുന്നാണ്ടല്ലോ അതങ്ങോട്ട് തീരും. ഇവിടുത്തെ കോടണ്ടോ, ഊട്ടിക്കും മൈസൂർക്കും ഒന്നും കൊണ്ടാവശ്യമില്ല. നമ്മളവിടെ നേരം വെളുത്തതേ അവസ്ഥയാണ്. നല്ല കോട മൂടിയ ഏരിയ. ചെല്ലി എടുക്കാൻ ചെല്ലി ആരും ഒന്നിനും പോവൂല. ഒക്കെ പറയുന്നത് ചെന്നാണ് ടേബിൾ എടുക്കാൻ ചെന്ന് ചെല്ല് 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 മഞ്ച ചെല്ല്. അപ്പൊ അതിന്റെ കാല് പിടിച്ചതിന് ശേഷം ഒന്ന് ചെന്ന് കൊടുക്ക്. എന്താ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ടീമിൽ പെട്ടാണ് അഭിപ്രായം. എന്തൊരു കഥയാണ്. ഇവന് പെണ്ണോക്കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പരിഗണിക്കണേ. ഇത് നമ്മളെ മെയിൻ കുളിയണ്ടറാണ്, മറ്റേ അലുമിനിയം ഫാബ്രിക്കേഷന്റെ. പെണ്ണോക്കുണ്ട്, സ്വന്തം പരിപാടിയാണ്. ആഴ്ചയിൽ 2 ദിവസം പണി 5 ദിവസം ഉറക്കാണ്. ഇതാണ് ഞങ്ങളെ മീലാദാഘോഷ കമ്മിറ്റിന്റെ മെയിൻ പ്രസിഡന്റും സെക്രട്ടറിയാണ്, ഞങ്ങളെ കൂട്ടുകാരനും നയിക്കുന്നത്. ഇവരാണ് ഇപ്രാവശ്യത്തെ പരിപാടിന്റെ മെയിൻ വിജയത്തിനുള്ള ലീവ് നീട്ടായിരിക്കോ. ഇന്നത്തെ കമ്മിറ്റിയിൽ എന്താ 1 മാസം നിൽക്കാനുള്ള പൈസ ഇട്ടിട്ടുണ്ടാവുമല്ലോ. എന്തിനൊക്കെ പറഞ്ഞ ബൂസ്റ്റ് കലക്കണ മേടിച്ചാൻ വേണ്ടിട്ട് പോയതിന് ചായ പിടിച്ച പൈസ ആലോചനക്ക് വേണ്ടിട്ട്. പിന്നെ എങ്ങനെ ഇപ്പൊ എങ്ങനെ അപ്പൊ ഇത് നാട്ടുകാരെ പൈസ ഇങ്ങനെയൊക്കെ എങ്ങനെ ഉളുപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? എന്ത് പറഞ്ഞാലും അതിന്റെ ഒരു ചിറിയുണ്ട്. എന്ത് പറഞ്ഞാലും വസളായാലും ചിരിച്ചു. എന്താ അതിന്റെ ഒരു കുട്ടൻസ് എന്ന് പറഞ്ഞ വിളിച്ചോ. അതിമൊരു സംഖ്യ അപ്പൊ 1 മാസം കൂടി കിട്ടാലോ. ഇവനാണ് ഞങ്ങളെ ഇവിടുത്തെ വില്ലനാണ്. ഇവന് മുന്തി അടിയാണ്. 2K പിള്ളയാണ്. 2K ഫോൺ എടുക്കണുണ്ടോ, വീഡിയോ എടുക്കണോണ്ട് പോയതാണ്. അല്ലെങ്കിൽ ഒന്നും മൊബൈൽ വന്നാണ് പോകൂല. എന്താ പറഞ്ഞേ? അവന്റെ ശരീരം ഇളകും, കൈ ഇളകൂലെന്നുള്ളൂ. ശരീരം നല്ലോണം ഇളകണുണ്ട്. പച്ചള പൊട്ടിച്ചല് കാരണം കേട്ടോ പൊട്ടിച്ചാ നിന്ന്. ഇതാണ് ഞങ്ങളെ ഡ്രൈവർ മഞ്ച, നമ്മളെ ചങ്കാണ്. ഏത് സമയത്ത് എവിടേക്കും വിളിച്ച് കൊണ്ടാൻ പറ്റിയൊരു മുതലാണ്. ഏത് സമയത്ത് എവിടെ പോകാൻ വേണ്ടി വിളിച്ചാലും ആൾക്ക് ഒഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോരും. അതാണ് നമ്മളെ മഞ്ച്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വാട്ടർ ടാങ്ക്. എത്ര ലക്ഷം ലിറ്ററാണ്? 35 ലക്ഷം ലിറ്റർ സംഭരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിലോ എത്ര പഞ്ചായത്ത്? ആലിപ്പറമ്പ് പഞ്ചായത്തും താഴക്കോട് പഞ്ചായത്തും കൂടിയാ. കോടയാണല്ലോ, ബുക്കരുത് കേട്ടോ. ഫുള്ള് തെങ്ങും തോട്ടം, നല്ല പെരുങ്കോട. പിന്നെ ഊട്ടിക്കോണ്, നമ്മളെ മരത്തന്നെ ഊട്ടിയാണ്. പക്ഷെ ആർക്കൊരു വിലല്ല. ഇത് വീഡിയോ അളക്കണ എന്താണ്ടോ, മഞ്ചന്റെ ബൈക്ക് കൊണ്ടുള്ള അഭ്യാസങ്ങളാണ്. യജാതി വൈബ മക്കളെ. രാവിലെ കയറിക്കോളി. കൂട്ടാവ് സെന്ററിൽ നിന്ന് ഒരു 50 മീറ്റർ മുന്നിക്കണ പോയാല് ഒരു കുളപ്പുള്ളി ഉണ്ട്. കുളപ്പുള്ളി പറഞ്ഞ ഒരു പഴയ കുളിക്കണ കുളം. അതിന് നേരെ ഓപ്പോസിറ്റുള്ള റോഡ്. ആ റോഡിന് നേരെ കയറിയാൽ മതി. അത്യാവശ്യം ഒരു ഓഫ് റോഡാണ്. നല്ല വൈബാണ്. രാവിലെ തന്നെ നൈസ് പ്ലേസ് ആണ്. വണ്ടിക്ക് ബെല്ലും ബ്രേക്കും പവറും വേണം അത്യാവശ്യം. നല്ല വൈബാണ് മക്കളെ, അടിപൊളി വൈബാണ്. കൊടുത്തത് നല്ല കൊടുത്തോ, അല്ലെങ്കിൽ വണ്ടി വലിയില്ല. ഞാൻ ഇറങ്ങൂല, നടക്കൂല.
അങ്ങോട്ട് കയറി, അങ്ങോട്ട് പോവാ. ഫുൾ ഓഫ് റോഡാണ്. രാത്രിക്കൊന്നും പോരാൻ നിൽക്കരുത്, രാത്രി പന്നി ശല്യം ഉണ്ടാവും. നോക്കണേ, നൈസാണ്. ഫുൾ അടക്കണു, വീണു. മറ്റോടത്ത് കൂടെ കയറിയാൽ മതി. വണ്ടി ഫുള്ള് കണ്ടീഷൻ വേണം, അല്ലെങ്കിൽ പണിയായിന്. ഓക്കെ, അധ്യാനം അങ്ങോട്ട് ചാടി. ആ, അധ്യാനം അങ്ങോട്ട് ചാടി. സ്ഥലമാണ് മക്കളെ, വരെ കാണുക, ഒന്നും നോക്കല്ല. അടിപൊളി സ്ഥലമാണ്. രാവിലെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതേമാതിരി വൈകുന്നേരം നല്ല കോടുണ്ടാവും. നിങ്ങളെ കൂട്ടുകാവിൻ്റെ കോട്ട സ്റ്റേഡിയം ഉള്ളത്, കോട്ട സ്റ്റേഡിയം കാണിച്ചു തരാം. നൈസാണ്. ഇപ്പോൾ കുറേ കളിയൊക്കെ ഉണ്ടായിട്ട്, അത് നമുക്കൊന്ന് കാണാം. വെള്ളം കെട്ടി കിടക്കാണ്, അടിപൊളിയാണ്. ഇപ്പൊ മഞ്ച കുറേ കളിച്ചിട്ട് ആകെ വെള്ളമായിക്കും. നമ്മൾ ഇരിക്കുന്ന ഷെഡ് ഇതൊക്കെ ആകെ പൊളിഞ്ഞു പോയിക്കും. ഫുള്ള് അഡ്വഞ്ചർ യാത്രകളാണ് മക്കളെ. കാണെങ്കിൽ അവൾക്ക് എത്തുമോ? ഇവിടെ കണ്ടോ, നല്ല വൈബാണ്. ഫുഡൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഒഴിഞ്ഞ് വട്ടത്തിലിരുന്ന് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ഏരിയ. മയിലുകൾ കേട്ടോ, മയിലുകളെ ആട്ടി കാണിച്ചു ഞങ്ങൾ. ആൺമയിലും പെൺമയിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ പന്നികൾ ഇപ്പം ഉണ്ടാവില്ല, പന്നികളൊക്കെ ഇപ്പോൾ കൂടാൻ വെച്ചിട്ടുണ്ടാവും. രാവിലെ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ എന്താടാ ഉണ്ടാവല്? ഒരാടുണ്ടാവില്ലേ? എന്താടാണ്? വരയാടോ? ആ, പക്ഷെ ഇപ്പൊ കാണാനല്ലോ അല്ലേ? സാധനം ഉണ്ടാവലുണ്ട്. ഒരുത്തൻ തള്ളി മരിച്ചിട്ട് തന്നെ. ഇവിടെ ഇപ്പം മയിലുകൾ കരഞ്ഞ് കുറേ മയിലുകളെ കൂട്ടം. മയിലുകളെ ഏകദേശം താമസിക്കുന്ന പോലെ മെയിൻ ഏരിയ ആണ്. കരടി ഉണ്ടല്ലേ? കരടി ഉണ്ടാവില്ലേ? രണ്ടും വലിപ്പിച്ച് പോരണം. ആ, പോത്തുകൾ, കാട്ടുപോത്തുകൾ ഉണ്ട് അല്ലേ? ഇനി എത്ര ഉണ്ട്? കുറേ ഉണ്ടോ? നമ്മൾ റാലി വരാനാ ഈടാ, പോവല്ലേ? ഇവിടെ അടുത്ത് എവിടെ ഒരു പുലി ഇറങ്ങിക്കൂണൂന്നൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് എത്തിയിട്ടില്ല. ഫുള്ള് കാട് കെട്ടിക്ക. ഇത് നല്ല വൈബ് വ്യൂ പോയിന്റ് ആണ്. പാട്ടൊക്കെ ഉണ്ടോ? നബിദിന ഘോഷയാത്രയുടെ റാലിയുടെ ഒക്കെ അവിടെ നോക്കണേ. പക്ഷെ ഫുള്ള് കോടയാണ്, അതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഫുള്ള് കോടയാണ്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഇവിടെ. പക്ഷെ ഫുള്ള് കോട മൂടിയിട്ട് ഒന്നും കാണാല്ലേ. എന്താണ് മനുഷ്യർക്ക് പറയാനുള്ളത്? നമ്മള് വീട്ടിലേക്ക് തിരിക്കാണ്. നമ്മളിപ്പോ നബിദിനത്തിന്റെ തിരക്കിലായോണ്ട് നമ്മള് പെട്ടെന്ന് തിരിക്കാണ്. റാലി വരാനായിക്കണു. കഴിഞ്ഞപ്പുറത്തെ റാലിക്ക് എന്താണ് കൊടുക്കണം? നമ്മള് ബൂസ്റ്റാ കൊടുക്കണത്. ഞങ്ങളെ റാലി ഇന്നലെ കഴിഞ്ഞു, കളത്തിക്കൊണ്ടിട്ട് റാലി ഇന്നലെ കഴിഞ്ഞിരിക്കണു. ഇനിയിപ്പോൾ കഴിഞ്ഞ് പറഞ്ഞത് റാലി ഉണ്ട്. അത് ഇന്നിപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തും. അപ്പോഴത്തേന് ഞങ്ങൾക്ക് അവിടെ എത്തണം. അതാണ് ഞങ്ങൾ പെട്ടെന്ന് തിരിക്കണത്.
ഓഫായി ഉണ്ട്. വണ്ടി ഓഫായില്ലേ? അതുണ്ടാവും. കംപ്ലൈന്റ് ഇല്ലാത്ത തന്നെ വണ്ടിക്ക് നേരത്തെ കംപ്ലൈന്റ് ആണ് വണ്ടിക്ക്. 35 ലക്ഷം വെള്ളം സംഭരിക്കാൻ കഴിവുള്ള ഒരു ടാങ്കാണ്. ആലിപ്പുറം പഞ്ചായത്ത് താക്കോട് പഞ്ചായത്തിന് വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ടാങ്കാണ്. ഞങ്ങളവിടുത്തെ മെയിൻ ആശാന്മാരാണ്. ഇതാണ് ഞങ്ങളെ കൂട്ടുകാവ് സെൻറ്റർ. കൂട്ടുകാവ് സെൻറ്ററിലെ ദൃശ്യങ്ങൾ ഇനി ഫുള്ളായി കാണാം. എല്ലാ മേഖലയും വിജയിച്ചു. അതിനോന്റെ പോക്ക് നീട്ടിക്കണു, അതറിഞ്ഞത്? ആ, ഈ മാസം പോകാനുള്ള ആളായിരുന്നു. അടുത്ത 15 ദിവസം കിട്ടി. എന്തിനാ കൊടുക്കണേ? പിന്നെ ബൂസ്റ്റിന് ഇന്നലെ അഴിമതി, ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് അതാണ് എനിക്ക് കേൾക്കണ്ടത്. ഇപ്പൊ പറഞ്ഞെന്താ അഴിമതി? നിങ്ങള് വെറും ബൂസ്റ്റും പാൽപ്പൊടിക്കും വേണ്ടിട്ട് 7000 രൂപ ബില്ലിട്ട ആൾക്കാരാണ് ഇവര്. ആ പോ അതിന് നേതൃത്വം കൊടുത്തതാരാ? 8500. ഇത് വീഡിയോ കണ്ടിട്ട് എല്ലാരും നാട്ടുകാരൊക്കെ അറിയാം. പൈസ തന്നോലൊക്കെ അറിയാം. പൈസ തന്നോലൊക്കെ അറിയാം. ഇതില് പോക്ക് നീട്ടിക്കണോ? എന്നിട്ട് എന്ത് പറഞ്ഞാലും ചിരിച്ചു വെച്ച് ഇത് ഞങ്ങളിവിടുത്തെ മെയിൻ കാരണം. വയസ്സ് 48 എത്ര 52 കഴിക്കണു. പക്ഷെ എപ്പോഴും 36 നടക്കുകയാണ്. എത്ര കൊല്ലം മുമ്പ് 50 കഴിക്കണു? എത്ര കൊല്ലം മുമ്പ്? ഇജ്ജ് അന്നെ പാരതി കുളിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ കബീറിന്റെ മുഖം കാണിച്ചാൽ മതി. അനക്ക് സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ എന്താണ്. കബീർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഹീറോ ആണ്, മിറാക്കളാണ്. ഞങ്ങളിവിടുത്തെ മിറാക്കളാണ് കബീർ. ഇത് നമ്മളെ മിറാക്കൾ ഓൾഡ് ഡേയ്സിന്റെ ഓണറാട്ടില്ലേ ബോസാണ്. ഈ നബേദിന് വേണ്ടിട്ട് കമ്പി അടിച്ച വ്യക്തിയാണ് ചെമ്പമ്പി. അതിന് പൈസ മേടിച്ചില്ലല്ലോ. അതിന് മരണം വരെ മേടിച്ചൂല. എന്നിട്ട് അതിന്റെ കണക്ക് ഇങ്ങനെ പറയും. നബിദിന പരിപാടി മേടിച്ചൂല. ഞാൻ എല്ലാരും ഊക്കി അടക്കുന്നു. ഒപ്പം വന്നിട്ട് ഇന്നെ ഊക്കിയല്ലോ. വല്ലാത്തൊരവസ്ഥയാണ്. ഇത് മെയിനാണ്. ഊട്ടിയൊക്കെ പോണ വ്യക്തിന്റെ ഒരേ ഒരു വ്യക്തിയാണ് മഞ്ച. എന്താണ് പേര്? ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടേക്ക് ഇവനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഞാൻ. അപ്പൊ അവിടുന്ന് എന്റെ ഒരു കുടുംബക്കാര് നമ്മളെ മിനിങ്ങക്കാട് ആച്ചുമത്താത്തല്ലേ എന്നോട് ചോദിച്ചു ഏതാടാ കുട്ടി ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതൊരു 15 കൊല്ലം മുമ്പ് കുട്ടിയായിരുന്നു. ഇപ്പൊ അതിന് 10 വയസ്സായിക്കണു. നിങ്ങൾ വലിപ്പം നോക്കണ്ടായിരുന്നു. അപ്പൊ ആരുടെ ചോദിച്ചേ കസേനാരെ ഇറക്കാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ. പക്ഷെ അവന് പെണ്ണോക്കണ്ടല്ലേ, നല്ല വ്യക്തിയാണ്. നല്ല പെണ്ണോക്കുണ്ട്. മൊബൈൽ ടെക്നീഷ്യനാണ്. നല്ല കഴിവുള്ള വ്യക്തിയാണ്. മാഷാ അല്ലാഹ്. കണ്ടല്ലോ ഇവരൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മുന്നിൽ വെക്കും. എന്നിട്ട് അതിനൊരു തൊരം തരൂല. ഇതിപ്പോ കുഞ്ഞിപ്പാന്റെ നല്ല ഫോട്ടോകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളെ മരക്കാരുഞ്ഞിപ്പാണ്. മരം, പിന്നെ അതേമാതിരി ഫർണിച്ചർ പരമായിട്ടുള്ള, പിന്നെ കോഴി. ഇപ്പൊ മെയിൻ കോഴിയാണ്. കജ്ജ് മാറ്റി കുഞ്ഞു മരക്കാരന്റെ ഒരു കാര്യമാണ് ഇത്. കജ്ജട്ടേങ്ങായി മരക്കാരുഞ്ഞിപ്പ ഫർണിച്ചർ പരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടാം. ഞാൻ നമ്പർ ഇതിൽ കൊടുക്കണ്ടിട്ടില്ല. ഇത് വീണിട്ട് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവന് പെണ്ണൊക്കെ ഉണ്ട്. പക്ഷെ മെഡിക്കൽ ഫീൽഡ് അന്റെ എന്താണ് ഫീൽഡ്? ഡെയിലി ഫിസിയോതെറാപ്പിക്ക് പോവലല്ലേ? ഇത് സെയ്ർ മൊയലാളിയാണ്. ഞങ്ങളെ അലങ്കാര കമ്മിറ്റിന്റെ മെയിൻ ആശാനാണ്. അത്തായി അത്തു. ജീവിതം ആദർശമാക്കിയ, ആദർശം അഭിമാനമാക്കിയ, അഭിമാനം ആവേശമാക്കിയ, ആവേശം ആഹ്ലാദമാക്കിയ ആരംഭഭാഗമായി തൻവീറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിയിച്ചൊരുക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയാണ്. പിന്നിട്ട മാമലകളെ ഹർഷപ്പെടുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. നാളെയുടെ പ്രഭാത സൂര്യന്റെ പ്രദോഷത്തിൽ സായമണിയുമ്പോൾ പൈതങ്ങളുടെ ചെഞ്ചുണ്ടിൽ നിന്നും അടർന്നു വീടുന്ന മുട്ടുമണികളെ ശ്രദ്ധയിൽ ശ്രമിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ദീനീ സ്നേഹികളുടെയും മഹനീയ സാന്നിധ്യം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നാളെ വൈകിട്ട് കൈലിപ്പറമ്പ് തൻവീറുൽ ഇസ്ലാം പരിസരത്തേക്ക് എവിടെ നിങ്ങള്?
ജിഞ്ഞി താളർത്താ നിക്കല്ലേ കബീറെ. മെയിൻ തങ്ങൾ പാപ്പയാണ്. തങ്ങളെവിടെ ഇന്നലെ ഉറങ്ങിയോ? നല്ല ക്ഷീണത്തിൽ രാത്രിയൊക്കെ കഴിഞ്ഞിട്ടേ ഒന്നല്ല ഇജ്ജ് ക്യാമറ ഓണാക്കിയപ്പം പോസ് ചെയ്യും. പക്ഷെ ഓനക്കറിയില്ലല്ലോ ഇതൊരു വ്ളോഗാണ് ചെയ്യണെന്നുള്ളത്. മഞ്ച ആള് ഓൻ ജീവിച്ച് കാണിക്കാണ്. പക്ഷെ അത് അഭിനയാണ് ഓന്റെ ജീവിതം എന്ന് പറഞ്ഞാല്. ആരെ അതെന്താ വേറെ പരിപാടിയൊന്നുമില്ല, പിന്നെ ഗുണ്ട് ആരെ നേര് പറ അവ തിന്നാൻ കൊടുക്കൂല. എന്താണ് മഞ്ച എങ്ങനെ കായ മതിയോ? എങ്ങനെ പരിപാടിയൊക്കെ ആണ്. അപ്പൊ എന്റെ ഒരു കല്യാണത്തിന് വേണ്ടിട്ട് ഇവിടെ എല്ലാരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാട്ടോ. ഇതേ അതെ നിങ്ങളെ പരിപാടി അല്ല പറഞ്ഞു. ഞങ്ങൾ മഞ്ച കല്യാണത്തിന്റെ പരിപാടിയാണ്. മഞ്ചന്റെ കല്യാണം ഉടനെ നമുക്ക് സെറ്റ് ആക്കണം. അത്രയും ജനക്കാരല്ലേ? കാര്യല്ലേ? എന്തിയാറിനെ ആര് യാസീനേരോ? അത് നല്ലൊരു വർത്താനാണ്. നല്ലൊരു വർത്താനം സീറെ. കാക്കാൻ്റെ കുട്ടി ഇന്നൊന്നും തിന്നിട്ടില്ലേ? എല്ലാരും കഴിഞ്ഞിട്ട് അശ്ലീലം പറയരുത്. അശ്ലീലം പറയരുത്. ആര് എന്നിട്ട് എങ്ങനെയുണ്ട് പരിപാടി? എവിടെ എല്ലാരും പച്ചക്കുന്നെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ഇപ്പൊ എന്റെ മേലക്ക് കയറിക്കാണ്. എന്നെ പച്ചക്കുന്ന നമ്മളെ സാബിത്ത് പ്രോഫിൻസ് മെയിനാണ് ഇവിടെ. ബ്രൂസ്റ്റ് വാരന്റെ ഒരാളൊന്നും അല്ല. വൃദ്ധ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. പണിയൊന്നും എടുക്കില്ല. പുതിയ അപ്പളാണ് നേതാക്കന്മാരാണ് ഇത്. അത് നമ്മൾ പരിചയപ്പെട്ടു. ഇത് പിന്നെ ഞാൻ പറയല്ല. ഇത് ഇവിടുത്തെ കൂട്ടുകാരിലെ മമ്മൂട്ടി. കൂട്ടുകാരും എന്നും 28-നും ഒരേ വയസ്സാണ്, 40-നും ഒരേ വയസ്സാണ്. അല്ലല്ല അതും ഇതും എങ്ങനെ അതൊരു കഴിവാണ്. ഇതെന്താ മനസ്സ് ശുദ്ധിയുള്ളവർക്ക് എങ്ങനെ ആവുള്ളൂ. മനസ്സ് കരുതൽ രണ്ട് കുട്ടികൾ വെറുതെ ഡയലോഗ് അടിച്ചാണ്. വെറുതെ മെയിനാകാൻ വേണ്ടിട്ടാണിത്. പരിപാടിക്കായിട്ട് പ്രത്യേകം ടിക്കറ്റ് എടുത്ത് വന്ന വ്യക്തിയാണ് ഞങ്ങളുടെ നാട്ടില്. എന്റെ പേരെന്താ? ഇതാരാണ്? എന്റെ പെച്ചി എവിടെയാണ്? പറ എന്റെ മെച്ചി എവിടെ? പെച്ചിതാ ഇതെന്റെ പെച്ചിയാ?
നല്ല വീഡിയോ ആണ്. പോന്നോ നടന്ന് പോന്നോ? ഫോട്ടോ നല്ല വീഡിയോ ആണ്. കണ്ടോ, ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോഴും. വെള്ളം കുടിച്ചിട്ട് പോവാം. വെള്ളം കുടിച്ചു. പ്രപഞ്ചനാഥന്റെ പരിവർത്തന നായകൻ പ്രവാചക വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിയിച്ചൊരുക്കുന്ന വളരെ ഹർഷപുളകിതമണിയിച്ചുകൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. നാളെയുടെ പ്രഭാത സൂര്യൻ ചെഞ്ചുണ്ടിൽ നിന്നും അടർന്നു വീഴുന്ന മുത്തുമണികളെ ശ്രദ്ധയിൽ ശ്രവിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ക്ലാസ് ഉണ്ടല്ലോ, കവറുണ്ടല്ലോ, കവർ കുടിച്ച് 2-3 ക്ലാസുകളൊന്നും അലക്ഷ്യമായി വലിച്ചെറിയരുത്. സഹകരിക്കണം. എല്ലാവരും അവരും പിടിച്ച സഹകരിക്കുക. കളിക്കല്ലേ ഇത് എന്ത് മനസ്സിലാണ്? ശ്രമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 ജന്മദിനത്തിന്റെ ഭാഗമായി കൈനിപ്പറമ്പ് തൻവീറുൽ ഇസ്ലാം പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിയിച്ചൊരുക്കുന്ന യാത്രയാണ്. പിന്നിട്ട മാമലകളെ ഹർഷപുളകിതമണിയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. അപ്പളെ പറഞ്ഞു ആയിക്കോട്ടെ. ഇപ്പൊ ഒരു വിശ്വാസം സാധനം തേഞ്ഞിട്ടില്ല.
എവിടെ എടാ അപ്പുറത്ത് വെള്ളമുണ്ട്, അപ്പുറത്ത് സ്വീകരണം ഉണ്ട്, അവിടെ കിടക്കേ പോരും പോരും അതിൽ പോരും പോരും. തങ്ങൾ വിളിക്കേ വിളിച്ചടാ വരുന്ന മതി. തങ്ങള് നിക്കി വരിയിൽ ബാബു ആപ്പോ രണ്ടാമത്തെ എന്താ ചങ്ങായി ആപ്പോ ഇത് എത്ര മേടിച്ചിക്കണ് ബാബോ? ഈ രണ്ട് കജ് ഇങ്ങോട്ട് നോക്കാം, ഈ രണ്ട് കജിലും മേടിച്ചിക്കണ വരും. നമ്മളെ കാക്കുവിന്റെ പേരത്തെ സ്വീകരണം കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കണം. ഇത് കാക്കുവിന്റെ ഒപ്പം, കാക്കുവിന്റെ ഒപ്പം സംസാരിക്കുന്നത്. വാഹനത്തിന്റെ പുറകിൽ രണ്ട് കലപറയായപ്പോൾ അജ്ഞതയിൽ നിന്നും എത്തിയ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ മേടിച്ചില്ലേ ബിസ്ക്കറ്റ് മേടിച്ചില്ലേ? ഇന്ത്യ മേടിച്ചില്ലേ? നീ പോര് കാക്കാട്ടി പോര്. ഇന്നലെ കളത്തിക്കൊണ്ട് റാലിയിൽ പോയിട്ട് ഏറ്റവും ഒരു പീടിയ കച്ചവടത്തിനുള്ള ബിസ്ക്കറ്റ് മുട്ടായി വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നോക്കിയേക്കാ വേർത്ത് കുളിച്ച് നോക്കിയേക്കാ പാക്കറ്റും. ഒരു ഉളുപ്പില്ലാതെ നടക്കും. ഇങ്ങോട്ട് പോരിഞ്ഞ് മതി. ൊക്കെ കാര്യത്തിൽ വെച്ചിട്ട് മാർക്കറ്റ് കിട്ടും. കീസിൽ നല്ല ഉണ്ടല്ലോ അല്ലേ? കീസ പറഞ്ഞു കൂടി പിടി കയറിയപ്പോ തന്നെ അല്ലേ ഉണ്ടാക്കാണ് കച്ചറ ഉണ്ടാക്കാണ്. ഇയാള് വയസ്സ് തോന്നിക്കാൻ വേണ്ടിട്ട് ഈ വടി ഉണ്ടല്ലോ വെറുതെ കുത്തി ഇങ്ങനെ നടക്കും. എന്നിട്ട് ആൾക്കാരോട് പറയും പെരും വയസ്സായിക്കും. ഇപ്പോഴും വയസ്സ് 50 ആയിക്കണു, ഇപ്പോഴും 35ന്റെ കഴിവാണ്. മാഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? ആർക്ക്? അത് സാക്കാക്കോ? ഏയ് ഇന്നലെ പറഞ്ഞു പുതിയ സിനിമ നടിയെ കൊണ്ടുവന്നിട്ട് ചേനൽപ്പിൽ വെച്ചിട്ട് കഴിക്കണം. ചെലവൊന്നുമില്ല, നടിനെ കാണാൻ പടക്കമാണ് ചില അതിനുള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഇങ്ങനെ കല്യാണം. നമുക്ക് അങ്ങനെ സെറ്റാക്കാം, അങ്ങനെ തന്നെ സെറ്റാക്കാം. കളിച്ചടാ പ്രവാചക